KTU S1 or S2 Physics for Information Science and Physical Science-ന്റെ കോമൺ മൊഡ്യൂളായ ക്വാണ്ടം മെക്കാനിക്സിലെ ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് വേവ് ഫംഗ്ഷൻ ആൻഡ് ഇറ്റ്സ് ഫിസിക്കൽ സിഗ്നിഫിക്കൻസ്. നമുക്കറിയാം ഏതൊരു വേവ് ആയിക്കോട്ടെ ആ വേവിനെ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുക സ്പേസിനും ടൈമിനും അനുസരിച്ച് വേവ് വേരി ചെയ്യുന്ന ഒരു വേവ് വേരിയബിളിനെ ഉപയോഗിച്ചായിരിക്കും. ഒരു എക്സാമ്പിൾ പറയുന്നത് സൗണ്ട് വേവ്സ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് പ്രഷർ വേരിയേഷൻസ് മൂലമാണ്, കംപ്രഷൻസ് ആൻഡ് റെയർ ഫ്രാക്ഷൻസ് മൂലം. അതേപോലെ ലൈറ്റ് വേവ്സ് വേരി ചെയ്യുന്നതും ഈ പറയുന്ന ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ വേരിയേഷൻസ് മൂലമാണ്. നമ്മളിവിടെ സംസാരിക്കുന്ന ഒരു ക്വാണ്ടം പാർട്ടിക്കിളിനെ കുറിച്ചാണ്. സോ ആ ഒരു ക്വാണ്ടം പാർട്ടിക്കിൾ അണ്ടർ മോഷനിലാണെങ്കിൽ അതിനെ അസോസിയേറ്റ് ചെയ്തൊരു വേവ് ഉണ്ടാവുമെന്നാണ് ഡി ബ്രോഗ്ലി ഹൈപ്പോത്തസിസിൽ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഈ ഡി ബ്രോഗ്ലി വേവിനെ അനുസരിച്ച് വേരി ചെയ്യുന്ന അല്ലെങ്കിൽ സ്പേസിനും ടൈമിനും അനുസരിച്ച് വേരി ചെയ്യുന്ന ആ ഒരു വേരിയബിൾ ഏതാണെന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരവാണ് വേവ് ഫംഗ്ഷൻ. അപ്പോൾ വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ജനറലി അത് സംതിങ് ദാറ്റ് വേരീസ് പീരിയോഡിക്കലി ആൻഡ് ഇറ്റ് ഡിസ്ക്രൈബ്സ് ദ ബിഹേവിയർ ഓഫ് മാറ്റർ വേവ്സ്. നമ്മുടെ മാറ്റർ വേവ്സിൻ്റെ ബിഹേവിയർ അല്ലെങ്കിൽ അതിൻ്റെ സ്റ്റേറ്റിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് വേവ് ഫംഗ്ഷൻ. അപ്പം ഇറ്റ് ജനറലി അതൊരു മാത്തമാറ്റിക്കൽ ഫംഗ്ഷനാണ്. അത് ഈ പറയുന്ന പാർട്ടിക്കിളിൻ്റെ സ്റ്റേറ്റ് അല്ലെങ്കിൽ ബിഹേവിയറിനെ പറ്റിയാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ജനറലി നമ്മൾ വേവ് ഫംഗ്ഷനെ സൈ എന്ന് പറയുന്ന ലെറ്റർ കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഷുഡ് ബി ഡിനോട്ടഡ് ആസ് എ ഫംഗ്ഷൻ ഓഫ് പൊസിഷൻ കോർഡിനേറ്റ് ആൻഡ് ടൈം കോർഡിനേറ്റ്. ആൻഡ് ഓൾസോ നമുക്കറിയാവുന്ന കാര്യമാണ് ഈ വേവ് ഫംഗ്ഷൻ ഒരു കോംപ്ലക്സ് ഫംഗ്ഷൻ ആയിരിക്കണം. കോംപ്ലക്സ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ജനറലി നമുക്ക് ഈ ഒരു രൂപത്തിൽ അതിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റണം. അതായത് ഇതിൻ്റെ ഒരു കോംപ്ലക്സ് ഫംഗ്ഷൻ്റെ ടേമിൽ ഐ എന്ന് പറയുന്ന ടേമാണ് അതിനെ കോംപ്ലക്സ് ഫംഗ്ഷനാക്കി മാറ്റുന്നത്. ഇനി സ്ട്രോഡിഞ്ചർ ഇക്വേഷൻ നമ്മൾ കണ്ടതാണ്. സ്ട്രോഡിഞ്ചർ ഇക്വേഷൻ്റെ സ്യൂട്ടബിൾ സൊല്യൂഷനെ നമുക്ക് വേവ് ഫംഗ്ഷൻ എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇതൊരു കോംപ്ലക്സ് ഫംഗ്ഷൻ ആയതുകൊണ്ട് തന്നെ ഐ എന്ന് പറയുന്ന ടേം അതിനുള്ളിൽ കാണും. ഈ പറയുന്ന വേവ് ഫംഗ്ഷൻ്റെ മറ്റൊരു ഡിനോഷനാണ് സൈ സ്റ്റാർ ഇസ് ദി കോംപ്ലക്സ് കോൺജുഗേറ്റ് ഓഫ് വേവ് ഫംഗ്ഷൻ നമ്മൾ പറയും. അപ്പോൾ നമുക്കൊരു വേവ് ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ എൻ്റെ കയ്യിലിരിക്കുന്ന വേവ് ഫംഗ്ഷൻ സൈ എ പ്ലസ് ഐ ബി ഫോമിലാണ്. സോ ഇതൊരു കോംപ്ലക്സ് ഫംഗ്ഷനാണെന്ന് അറിയാം അല്ലേ. അതുകൊണ്ട് തന്നെ ഇത് എ എന്ന് പറയുന്ന എൻ്റെ റിയൽ പാർട്ടും ആൻഡ് ദിസ് മേക്സ് ഇറ്റ്സ് ഇമാജിനറി പാർട്ട്, ഐ മേക്ക് ഇറ്റ്സ് ഇമാജിനറി പാർട്ട്. ഇപ്പോൾ ഇതിൻ്റെ കോംപ്ലക്സ് കോൺജുഗേറ്റ് എടുക്കാൻ പറഞ്ഞാൽ സൈ ഷുഡ് ബി ഡിനോട്ടഡ് ആസ് സൈ സ്റ്റാർ എന്ന് എഴുതുക. ആൻഡ് ഐക്ക് എന്താണോ അതിന് മുന്നേ ഉള്ള സൈന് അതിൻ്റെ ഒപ്പോസിറ്റ് സൈൻ ഇട്ടാൽ അതിൻ്റെ കോംപ്ലക്സ് കോൺജുഗേറ്റ് ആകും. അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ കോംപ്ലക്സ് കോൺജുഗേറ്റ് നമ്മൾ എടുക്കുക. അപ്പോൾ ഒരു വേവ് ഫംഗ്ഷൻ്റെ കോംപ്ലക്സ് കോൺജുഗേറ്റിനെ നമുക്ക് ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ആക്ച്വലി ഈ ഒരു ടോപ്പിക്ക് നമ്മൾ പഠിക്കുന്നത് നമ്മുടെ ക്വസ്റ്റ്യനിൽ വരിക വേവ് ഫംഗ്ഷൻ എലോൺ ഇറ്റ് ഹാസ് നോ ഫിസിക്കൽ സിഗ്നിഫിക്കൻസ്. അപ്പോൾ ആർക്കാണ് ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് ഉള്ളത്? വേവ് ഫംഗ്ഷൻ എലോൺ അതിന് ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് ഇല്ല. പക്ഷേ എന്തിനായിരിക്കാം അവിടെ ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് ഉള്ളത് എന്നാണ് ഇനിയുള്ള ടോപ്പിക്കിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. സോ ആ ഒരു ടോപ്പിക്ക് പഠിക്കുന്നതിന് മുന്നേ വി വാണ്ട് ടു നോ ദാറ്റ് പ്രോബബിലിറ്റി ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് വേവ് ഫംഗ്ഷൻ വാസ് പ്രപ്പോസ്ഡ് ബൈ മാക്സ് ബോൺ എന്ന് പറയുന്ന അദ്ദേഹമാണ്. ഒരു പാർട്ടിക്കിളിനെ നമുക്ക് സംവെയർ ഒരു വേവ് പാക്കറ്റ് നമ്മുടെ കയ്യിൽ തന്നിട്ടുണ്ടെങ്കിൽ ഈ വേവ് പാക്കറ്റ് ഈ പറയുന്ന രണ്ട് റീജിയൻ x1 ഓർ x2 എന്ന് പറയുന്ന ഈ റീജിയനുള്ളിലാണെങ്കിൽ ഈ റീജിയനുള്ളിൽ ഈ പാർട്ടിക്കിളിനെ കാണാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് എങ്ങനെ കണ്ടുപിടിക്കാം എന്ന് നൽകിയത് മാക്സ് ബോൺ ആണ്. അദ്ദേഹത്തിൻ്റെ പ്രോബബിലിറ്റി ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ഫംഗ്ഷൻ വേവ് ഫംഗ്ഷനിലൂടെയാണ് അത് നൽകിയത്. അപ്പോൾ അതിനൊരു എക്സാമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാനൊരു പോയിന്റ് കൺസിഡർ ചെയ്യാണ്. ആ പോയിന്റിനുള്ളിൽ ഒരു സ്മോൾ വോളിയം ഞാൻ കൺസിഡർ ചെയ്യാണ്. ഒരു പോയിന്റ് കൺസിഡർ ചെയ്തു, അതിനുള്ളിൽ ഒരു സ്മോൾ വോളിയം കൺസിഡർ ചെയ്തു. ഐ ടേക്ക് എ പോയിന്റ് ആസ് XYZ, അതിനുള്ളിൽ ഒരു സ്മോൾ വോളിയം DX DY DZ ഞാൻ കൺസിഡർ ചെയ്തു. ഈ വോളിയത്തിനുള്ളിൽ ഞാൻ പറയുന്ന ഒരു പാർട്ടിക്കിളിനെ കണ്ടുപിടിക്കാനുള്ള പ്രോബബിലിറ്റി എങ്ങനെ ഡിറ്റർമൈൻ ചെയ്യാം എന്നാണ് ഞാൻ ഇതിലൂടെ നോക്കുന്നത്. അപ്പോൾ അത് കണ്ടുപിടിക്കാനുള്ള മാർഗം നമുക്ക് തന്നിരിക്കുന്ന വേവ് ഫംഗ്ഷനെ അതിൻ്റെ കോംപ്ലക്സ് കോൺജുഗേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം in the entire volume dx dy dz. That gives the probability of finding the particle in the small volume dx dy dz. ഇനി വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക്കിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പേരാണ് നോർമലൈസ്ഡ് എന്ന് പറയുന്നത്. ഈ നോർമലൈസ്ഡ് എന്ന് പറയുന്ന പേര് അതിന് വരാൻ കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാനിപ്പോൾ കൺസിഡർ ചെയ്തിരിക്കുന്ന ഈ ഒരു വോളിയം ഇത്
സം റീജിയൻ x1 ഓർ x2 എന്ന് പറയുന്ന ഒരു റീജിയൻ ഇടയിലാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഞാൻ എൻറ്റയർ സ്പേസിൽ ഈ പാർട്ടിക്കിളിനെ കാണാനുള്ള പ്രോബബിലിറ്റി നോക്കുകയാണ്. ഇപ്പോൾ എൻ്റെ സ്പേസ് എന്ന് പറയുമ്പോൾ -∞ ടു +∞ ഞാൻ എടുക്കുന്ന റേഞ്ചാണ്. ആ റേഞ്ചിനുള്ളിൽ എന്തായാലും ഈ ഒരു റേഞ്ച് വരും. അപ്പോൾ അതിനുള്ളിൽ ഈ പറയുന്ന പാർട്ടിക്കിളിനെ കാണാനുള്ള പ്രോബബിലിറ്റി സൈ സ്റ്റാർ dx dy dz. പക്ഷെ ഞാൻ കൺസിഡർ ചെയ്യുന്ന റേഞ്ച് -∞ ടു +∞ വരെയാണ്. സോ വി നോ ദാറ്റ് ഇതിനുള്ളിൽ പാർട്ടിക്കിൾ ഉണ്ടെങ്കിൽ എന്തായിരിക്കും അതിൻ്റെ ഉത്തരം കിട്ടേണ്ടത്? 1 ആയിരിക്കും അതിൻ്റെ ഉത്തരം കിട്ടേണ്ടത്. 1 എന്ന് പറഞ്ഞാൽ ഡെഫിനറ്റ്ലി ആ പാർട്ടിക്കിൾ ഈ പറയുന്ന റീജിയനുള്ളിൽ ഉണ്ട്. അപ്പം ഏത് റീജിയൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു റീജിയൻ കൺസിഡർ ചെയ്ത് ഈ ഒരു റീജിയൻ ആണെന്ന് പറയാൻ പറ്റും. ഇനി അതാണ് നോർമലൈസ്ഡ്. അപ്പം ഈ പറയുന്ന ക്വാണ്ടിറ്റി സൈ സ്റ്റാർ dx dy dz -∞ ടു +∞ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 1 കിട്ടിയാൽ ആ വേവ് ഫംഗ്ഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് നോർമലൈസ്ഡ് വേവ് ഫംഗ്ഷൻ. ഇനി അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഡെൻസിറ്റി ആണ്. പ്രോബബിലിറ്റി ഡെൻസിറ്റി. അപ്പോൾ ഓൾറെഡി നമ്മൾ പറഞ്ഞല്ലോ, സൈ എടുക്കുക, അതിൻ്റെ കോംപ്ലക്സ് കോഞ്ചുഗേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇതാണ് ഒരു പാർട്ടിക്കിളിനെ ഈ പറയുന്ന റീജിയനിൽ കാണാനുള്ള പ്രോബബിലിറ്റി അല്ലേ? പ്രോബബിലിറ്റി P കൊണ്ട് നമുക്ക് ഡിനോട്ട് ചെയ്യാം, പ്രോബബിലിറ്റി നൽകുന്നത്. ആൻഡ് ഇതിനെ നമുക്ക് വേറെ രീതിയിലും കൂടെ റെപ്രസെൻറ്റ് ചെയ്യാം. ഇറ്റ് ഷുഡ് ബി ഈക്വൽ ടു മോഡുലസ് ഓഫ് സൈ സ്ക്വയർ. കണ്ടോ, നമുക്ക് തന്നിരിക്കുന്ന വേവ് ഫംഗ്ഷൻ്റെ അബ്സലൂട്ട് വാല്യൂവിൻ്റെ സ്ക്വയർ എടുക്കുന്നതും ഈ തന്നിരിക്കുന്ന ഈ രണ്ട് കാര്യം ചെയ്യുന്നതും ഈക്വൽ ആണ്. അപ്പോൾ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ സൈ സ്റ്റാർ ഈസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് സൈ സ്ക്വയർ ആണ്. ആൻഡ് ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ലൊക്കേറ്റിംഗ് ദ പാർട്ടിക്കിൾ ഇഫ് സൈ ഈസ് നോർമലൈസ്ഡ്. ഇനി ഒരു വേവ് ഫംഗ്ഷൻ നമ്മൾ കൺസിഡർ ചെയ്യാണ്, ഒരു വേവ് മോഷൻ നമ്മൾ കൺസിഡർ ചെയ്യാണ്. അതിനെ നമുക്കൊരു ലൈറ്റുമായിട്ട് നമുക്കൊന്ന് റിലേറ്റ് ചെയ്ത് നോക്കാം. ഫോർ എക്സാമ്പിൾ, നമുക്ക് ഒരു ലൈറ്റ് വേവ് ഉണ്ട്. ആ ലൈറ്റ് വേവിൻ്റെ ഇൻറ്റൻസിറ്റി I ആണെന്ന് നമുക്കറിയാം. സോ ഇൻറ്റൻസിറ്റി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ആംപ്ലിറ്റ്യൂഡിൻ്റെ സ്ക്വയർ എന്ന് നമ്മൾ എഴുതാറില്ലേ? സോ ആ ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് ഇവിടുത്തെ പ്രോബബിലിറ്റി ആയിട്ട് നമുക്ക് റിലേറ്റ് ചെയ്യാം. പ്രോബബിലിറ്റി ആയിട്ട് റിലേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഈ പറയുന്ന പാർട്ടിക്കിളിൻ്റെ യൂണിറ്റ് വോളിയത്തിൽ ഈ പറയുന്ന പാർട്ടിക്കിളിനെ കാണാനുള്ള പ്രോബബിലിറ്റി എന്താണ്, അല്ലെങ്കിൽ നമ്പർ ഓഫ് ഫോട്ടോൺസ് ഇൻ യൂണിറ്റ് വോളിയം ആണ് ഫോട്ടോൺ ഡെൻസിറ്റി, അല്ലെങ്കിൽ ഫോട്ടോൺ ഇൻറ്റൻസിറ്റി ഓർ ഫോട്ടോൺ ഡെൻസിറ്റി കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. ദാറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു ആംപ്ലിറ്റ്യൂഡ് സ്ക്വയർ നമുക്ക് എടുക്കുന്ന പോലെ തന്നെ നമുക്കിതിനെ റിലേറ്റ് ചെയ്ത് പറയാം. അപ്പോൾ ഫോർ എ വേവ് മോഷൻ സൈ സ്റ്റാർ ഈസ് എ മെഷർ ഓഫ് ഇൻറ്റൻസിറ്റി ഓഫ് വേവ്. അപ്പോൾ അതും ഇതുമായിട്ട് റിലേറ്റ് ചെയ്താൽ സൈ സ്റ്റാർ എന്ന് പറയുന്നത് ഒരു വേവിൻ്റെ ഇൻറ്റൻസിറ്റി, അല്ലെങ്കിൽ ആ പറയുന്ന വേവിനെ, അല്ലെങ്കിൽ ആ പറയുന്ന പാർട്ടിക്കിളിൻ്റെ ഡെൻസിറ്റിനെയാണ് ഉദ്ദേശിക്കുന്നത്. ഇനി മോഡുലസ് ഓഫ് സൈ സ്ക്വയർ ഈസ് ദ പ്രോബബിലിറ്റി ഡെൻസിറ്റി. ഇനി പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് ദ പാർട്ടിക്കിൾ ഇൻ എ വോളിയം dv, ഒരു dv വോളിയത്തിനുള്ളിൽ ഈ പറയുന്ന പാർട്ടിക്കിളിനെ കാണാനുള്ള പ്രോബബിലിറ്റി കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ദാറ്റ് പ്രോബബിലിറ്റി ഈസ് പ്രൊപ്പോർഷണൽ ടു മോഡുലസ് ഓഫ് സൈ സ്ക്വയർ dv എന്ന് നമുക്ക് എടുക്കാനായിട്ട് പറ്റും. ഇനി അതിൽ നിന്ന് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്, എന്താണ് ഈ നോർമലൈസേഷൻ കണ്ടീഷൻ എന്ന് പറയുന്നത്? ഒരു വേവ് ഫംഗ്ഷൻ ഈ പറയുന്ന കണ്ടീഷൻ നേരത്തെ നമ്മൾ പഠിച്ചിരുന്നു, -∞ ടു +∞, സൈ സ്റ്റാർ dx dy dz is equal to 1. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ ആ വേവ് ഫംഗ്ഷനെ നമുക്ക് വിളിക്കാൻ പറ്റുന്ന പേരാണ് നോർമലൈസ്ഡ് വേവ് ഫംഗ്ഷൻ. ആൻഡ് ഈ കണ്ടീഷൻ എനെ നമ്മൾ റെപ്രസെൻറ്റ് വിളിക്കുന്ന പേര് നോർമലൈസേഷൻ കണ്ടീഷൻ എന്നാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു മീനിങ് എന്ന് പറഞ്ഞാൽ ഈ ഒരു റേഞ്ചിനുള്ളിൽ പാർട്ടിക്കിളിനെ ഫൈൻഡ് ചെയ്യാനുള്ള പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 മീൻസ് 100% പ്രോബബിലിറ്റി ഉണ്ട്. ഇൻ ദ ഹോൾ റീജിയൻ വി ക്യാൻ ഫൈൻഡ് ദ പാർട്ടിക്കിൾ. ഇനി അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് പ്രോപ്പർട്ടീസ് ഓഫ് വേവ് ഫംഗ്ഷൻ. അപ്പം നമുക്കറിയാം, നമ്മൾ ടൈം ഇൻഡിപെൻഡൻറ്റ് ഷ്രോഡിംഗർ ഇക്വേഷൻ പഠിച്ചതാണ്. അതൊരു സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആയിരുന്നു അല്ലേ? അതിന് മെനി സൊല്യൂഷൻസ് കാണാം. ആ എല്ലാ സൊല്യൂഷൻസും നമുക്ക് സൈഡ് രൂപത്തിലുള്ള സൊല്യൂഷൻസ് കാണാം. എല്ലാ സൊല്യൂഷൻസും നമുക്ക് അക്സെപ്റ്റബിൾ ആയിട്ടുള്ള സൊല്യൂഷൻസ് ആയിരിക്കില്ല. അങ്ങനെ അക്സെപ്റ്റബിൾ ആയിട്ടുള്ള വേവ് ഫംഗ്ഷന് വേണ്ടിയിട്ടുള്ള പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത്. അപ്പോൾ ആദ്യം നമുക്കിപ്പോൾ പഠിച്ചതിൽ നിന്ന് തുടങ്ങാം. വേവ് ഫംഗ്ഷൻ മസ്റ്റ് ബി എ നോർമലൈസ്ഡ് വേവ് ഫംഗ്ഷൻ. നമുക്ക് ആ കിട്ടിയിരിക്കുന്ന വേവ് ഫംഗ്ഷനെ നോർമലൈസേഷൻ ചെയ്യാൻ സാധിക്കണം. എന്ന് പറഞ്ഞാൽ അതിനെ അതിൻ്റെ സൈ സ്റ്റാർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് -∞ ടു +∞
ഡി എക്സ് ഡി വൈ ഡി ഇസഡ് ആ എൻറ്റയർ വോള്യത്തിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്താ കിട്ടേണ്ടത് 1 എന്ന് നമുക്ക് കിട്ടിയിരിക്കണം. അങ്ങനെ കിട്ടിയാൽ മാത്രമേ ആ വേവ് ഫംഗ്ഷൻ നമുക്ക് അക്സെപ്റ്റബിൾ ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ഈ വേവ് ഫംഗ്ഷനും അതിൻ്റെ ഡെറിവേറ്റീവ്സും കണ്ടിന്യൂസ് ആയിരിക്കണം എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഒരു ഗ്രാഫ് വരയ്ക്കാം. ഫോർ എക്സാമ്പിൾ ഇതൊരു ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ആണ്, വൈ ആക്സിസിൽ പ്ലോട്ട് ചെയ്യുന്നു. എക്സ് എന്ന് പറയുന്നത് കോർഡിനേറ്റ് എക്സ് ആക്സിസിലും പ്ലോട്ട് ചെയ്യുന്നു. അപ്പം എനിക്ക് കിട്ടുന്ന ഈ ഒരു വേവ് ഫംഗ്ഷൻ്റെ ഗ്രാഫ് ഞാൻ പ്ലോട്ട് ചെയ്യാണ്. അത് ഇങ്ങനെ ഇരിക്കുന്നത് നോക്കൂ, ഇങ്ങനെ ഇരിക്കുന്നത് എനിക്ക് കിട്ടിയ ഗ്രാഫ്, അതിൻ്റെ ഒരു ഷേപ്പ് ഇങ്ങനെയാണ്. അപ്പോൾ ഈ ഒരു പോയിന്റ് ഒരു പോയിന്റ് ഞാൻ x1 എന്ന് കൺസിഡർ ചെയ്യാം. ഈ ഒരു പോയിന്റിൽ ഈ നമ്മുടെ ഗ്രാഫിൻ്റെ ഈ ഒരു ഷേപ്പ് ബ്രേക്ക് ചെയ്യാണ് അല്ലേ, അതായത് കണ്ടിന്യൂസ് അല്ല എന്ന് പറഞ്ഞാൽ ഈ റീജിയൻ തൊട്ട് ഈ റീജിയൻ വരെ ഈ പാർട്ടിക്കിളിനെ കാണാനുള്ള പ്രോബബിലിറ്റി ഉണ്ട്. പക്ഷേ ഈ എൻറ്റയർ റീജിയനിൽ ഇതിനിടയിലുള്ള ബ്രേക്ക് വന്ന റീജിയനിൽ പാർട്ടിക്കിളിനെ കാണാനുള്ള പ്രോബബിലിറ്റി ഇല്ലെന്നാണ് പറയുന്നത്. സോ അങ്ങനെ ഒരു ബ്രേക്ക് വരാൻ പാടില്ല അതിൻ്റെ വേവ് ഫംഗ്ഷൻ്റെ ഈ ഒരു സംഭവം നമ്മൾ പ്ലോട്ട് ചെയ്യുമ്പോൾ. അപ്പോൾ അതിൻ്റെ ആ വേവ് ഫംഗ്ഷനും അതിൻ്റെ ഡെറിവേറ്റീവ്സും എടുത്താൽ നമുക്ക് എന്തായിട്ട് കിട്ടണം, അതൊരു കണ്ടിന്യൂസ് ഫംഗ്ഷനായിട്ട് നമുക്ക് പ്ലോട്ട് ചെയ്യാൻ പറ്റണം. ഈ നെക്സ്റ്റ് എന്ന് പറയുന്നത് വേവ് ഫംഗ്ഷൻ മസ്റ്റ് ബി സിംഗിൾ വാല്യൂഡ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഗ്രാഫ് നോക്കൂ. ഈ ഗ്രാഫിൽ ഞാൻ ഈ വരച്ചിരിക്കുന്ന എഫ് ഓഫ് എക്സ് വേഴ്സസ് എക്സ് ഗ്രാഫാണ്. എ എന്ന് പറയുന്ന ഒരു പോയിന്റ് ഞാൻ കൺസിഡർ ചെയ്തു. ഇതാണ് എൻ്റെ എ എന്ന് പറയുന്ന പോയിന്റ്. ഇപ്പം എൻ്റെ വേവ് ഫംഗ്ഷൻ്റെ ഗ്രാഫ് ഇത് ഇങ്ങനൊരു ഷേപ്പാണ്. ഈ ഒരു പോയിന്റ് നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് എഫിന് വേറൊരു വാല്യൂ കിട്ടും, ആൻഡ് ഈ പോയിന്റ് മീറ്റ് ചെയ്യുന്ന ഇവിടെ ഒരു വാല്യൂ കിട്ടും, ഇവിടെ ഒരു വാല്യൂ കിട്ടും, ഇവിടെ ഒരു വാല്യൂ കിട്ടും. അതായത് എ എന്ന് പറയുന്ന പോയിന്റിന് ഫംഗ്ഷന് ഡിഫറെൻറ്റ് വാല്യൂസാണ് വന്നിരിക്കുന്നത്. സോ അങ്ങനെ ഒരിക്കലും വരാൻ പാടില്ല. അപ്പം നമുക്ക് കിട്ടുന്ന വേവ് ഫംഗ്ഷൻ എപ്പോഴും ഒരു പോയിന്റിൽ ഒരു വാല്യൂ വരാൻ പാടുള്ളൂ. ദാറ്റ് ഈസ് ഒരു സിംഗിൾ വാല്യൂഡ് വേവ് ഫംഗ്ഷൻ ആയിരിക്കണം. ഇനി അടുത്തത് വേവ് ഫംഗ്ഷൻ ഷുഡ് ബി ഫൈനൈറ്റ്. ഈ ഒരു ഗ്രാഫിലേക്ക് നോക്കാം. ഇപ്പോൾ ഈ ഒരു ഗ്രാഫിൽ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ എക്സ്പോണൻഷ്യലി റൈസ് ചെയ്യുന്ന ഒരു കർവാണ്. പക്ഷേ ഈ ഒരു പോയിന്റിൽ പ്രത്യേകിച്ച് അവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത്, ഒരു ഇൻഫിനിറ്റ് പോയിൻ്റാണ്, ഇൻഫിനിറ്റി ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ വേവ് ഫംഗ്ഷൻ എപ്പോഴും എങ്ങനെ ഇരിക്കണം, ഒരു ഫൈനൈറ്റ് വാല്യൂ ഉള്ളതായിരിക്കണം. അതൊരിക്കലും ഒരു പോയിന്റിലും എന്താകാൻ പാടില്ല, ഇൻഫിനൈറ്റ് ആകാൻ പാടില്ല. ആൻഡ് ഇറ്റ് ഷുഡ് വാനിഷ് അറ്റ് ഇൻഫിനിറ്റി എന്നും കൂടെ പറഞ്ഞിട്ടുണ്ട്. അതായത് നമുക്ക് ഇൻഫിനിറ്റിയിൽ ഇരിക്കുന്ന ഒരു പാർട്ടിക്കിളിനെ കണ്ടുപിടിക്കാൻ ഒരിക്കലും പറ്റില്ല അല്ലേ. ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ അവിടെ പാർട്ടിക്കിളിനെ കാണാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് നമുക്ക് എത്രയാണെന്ന് പറയാം, 0 ആണെന്ന് പറയാം. അതായത് വേവ് ഫംഗ്ഷൻ 0 ആണെന്ന് പറയാം. പാർട്ടിക്കിളിനെ കാണാനുള്ള പ്രോബബിലിറ്റി 0 ആണെന്നുണ്ടെങ്കിൽ വേവ് ഫംഗ്ഷൻ 0 എന്ന് പറയാം. അതായത് ഇൻഫിനിറ്റിയിൽ ആ പാർട്ടിക്കിൾ എന്തായിരിക്കണം, വാനിഷ് ചെയ്തിരിക്കണം. പാർട്ടിക്കിളിനെ കാണാനുള്ള പ്രോബബിലിറ്റി 0 ആയിരിക്കണം. ആൻഡ് ഇറ്റ് ഷുഡ് ബി ഫൈനൈറ്റ് വാല്യൂ. വേവ് ഫംഗ്ഷൻ എപ്പോഴും ഒരു ഫൈനൈറ്റ് വാല്യൂ ആയിരിക്കണം. അതൊരിക്കലും ഇൻഫിനൈറ്റ് വാല്യൂ ഒരു പോയിന്റിലും ആകാൻ പാടില്ല. ഇനി ഈ ഭാഗത്തുനിന്ന് കോമൺ ആയിട്ട് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളെന്ന് പറഞ്ഞാൽ, എന്താണ് ഒരു വേവ് ഫംഗ്ഷൻ, എന്താണ് ഈ വേവ് ഫംഗ്ഷൻ്റെ പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ കണ്ടീഷൻസ് ഫോർ ആൻ അക്സെപ്റ്റബിൾ വേവ് ഫംഗ്ഷൻ. രണ്ട് രീതിയിൽ ഈ ഭാഗം ചോദിക്കാം, കണ്ടീഷൻസ് ഓർ പ്രോപ്പർട്ടീസ്. പിന്നെ രണ്ടാമത്തെ രീതിയിൽ ചോദിച്ച് കണ്ടിട്ടുള്ളത് എന്താണ് ഒരു നോർമലൈസേഷൻ കണ്ടീഷൻ അല്ലെങ്കിൽ ഒരു നോർമലൈസേഷൻ വേവ് ഫംഗ്ഷൻ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ചോദിച്ചിട്ടുള്ള ഭാഗമാണ് വാട്ട് ഈസ് ദി പ്രോബബിലിറ്റി ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് വേവ് ഫംഗ്ഷൻ. ഈ ഭാഗവും ചോദിച്ചു കണ്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു ആപ്ലിക്കേഷൻ ലെവലിൽ ചോദിക്കാൻ പറ്റുന്ന ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ, വേവ് ഫംഗ്ഷൻ സൈ ഇറ്റ്സ് എലോൺ ഹാസ് നോ ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് എന്നാണ് പറയുന്നത്. അപ്പോൾ എന്തിനാണ് ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് ഉള്ളത്? അതിൽ നിന്നാണ് നമ്മൾ ഈ ഒരു പോർഷൻ സ്റ്റാർട്ട് ചെയ്തത്, പ്രോബബിലിറ്റി ഇൻ്റർപ്രിട്ടേഷൻ. അപ്പോൾ ആക്ച്വലി നമ്മുടെ വേവ് ഫംഗ്ഷൻ സൈ എന്ന് പറയുന്നത് നമുക്കറിയാം, ഇതൊരു കോംപ്ലക്സ് വാല്യൂഡ് ഫംഗ്ഷനാണ് അല്ലേ. അതിൻ്റെ അകത്തൊരു കോംപ്ലക്സ് ടേം അടങ്ങുന്ന ഒരു ഫംഗ്ഷനാണ്, ഒരു കോംപ്ലക്സ് വാല്യൂഡ് ഫംഗ്ഷനാണ്. സോ ഇത് ഇങ്ങനെ എഴുതുമ്പോൾ ആക്ച്വലി ഈ ഒരു കോംപ്ലക്സ് വാല്യൂഡ് ഫംഗ്ഷനെ നമുക്ക് ഒരു മെഷറബിൾ ഒബ്സർവബിൾ ക്വാണ്ടിറ്റി അല്ല, ഓക്കെ, മെഷറബിൾ ഒബ്സർവബിൾ ക്വാണ്ടിറ്റി അല്ല. അപ്പോൾ ആ ഒരു കണ്ടീഷനിലാണ് മാക്സ് ബോൺ നമുക്ക് കൊണ്ടുവന്ന പ്രോബബിലിറ്റി ഇൻ്റർപ്രിട്ടേഷൻ. ദാറ്റ് ഈസ് ഈ സൈനെ സൈ സ്റ്റാർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് മോഡുലസ് ഓഫ് സൈ ഹോൾ സ്ക്വയർ അല്ലേ, ഇങ്ങനെ എഴുതാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു സംഭവം ഇതിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതൊരു കോംപ്ലക്സ് ഫംഗ്ഷൻ ആയതുകൊണ്ട് നമുക്കതൊരു മെഷറബിൾ ഒബ്സർവബിൾ ക്വാണ്ടിറ്റി അല്ല. പക്ഷേ എപ്പോഴാണ് അതിനെ നമുക്ക് മെഷറബിൾ ആക്കാൻ പറ്റുന്നത്, അത് നമുക്ക് ഒന്ന് ചെയ്ത് നോക്കാം. നമുക്ക് ഈ മാക്സ് ബോണ്ട് ഈ കണ്ടീഷൻ ഇതിലേക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. അതായത് സൈ എന്ന് പറയുന്നത് a + ib ആയിട്ട് ഞാൻ എടുത്തു. അപ്പോൾ അതിൻ്റെ സൈ സ്റ്റാർ ഞാൻ എങ്ങനെ കണ്ടുപിടിക്കും,
എ മൈനസ് ഐ ബി അല്ലേ, എ മൈനസ് ഐ ബി. അപ്പോൾ അദ്ദേഹം പറഞ്ഞ ഈ കണ്ടീഷൻ നമുക്ക് ഇവിടെ ഒന്ന് ചെയ്ത് നോക്കാം. സൈ സ്റ്റാർ ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടും? എ പ്ലസ് ഐ ബി ആണ് നമ്മുടെ സൈ, ഇൻറ്റു സൈ സ്റ്റാറിന് പകരം എ മൈനസ് ഐ ബി അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇതെന്താ? എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ഫോമാണ്. ദാറ്റ് ഈസ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് എഴുതാം. അപ്പോൾ എ സ്ക്വയർ മൈനസ് ബിക്ക് പകരം അവിടെ കിടക്കുന്നത് ഐ ബി ആണ് അല്ലേ, ഐ ബി സ്ക്വയർ. അപ്പോൾ എങ്ങനെ എഴുതാം? എ സ്ക്വയർ മൈനസ് ഇതിനെ സ്പ്ലിറ്റ് ചെയ്തേ ഐ സ്ക്വയർ ബി സ്ക്വയർ എന്ന് എഴുതാം. ഇത് നമ്മുടെ ബ്രാക്കറ്റിനുള്ളിൽ. ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു എ സ്ക്വയർ മൈനസ് ഐ സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? -1 ആണ്. ഐ സ്ക്വയറിൻ്റെ വാല്യൂ എന്താണ്? -1 ആണ്. ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുണ്ട്. മൈനസ് ബി സ്ക്വയർ എന്ന് കിട്ടും അല്ലേ. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയറിനെ നമുക്ക് എങ്ങനെ എഴുതാം? എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്ന് കിട്ടി. അപ്പോൾ നമ്മൾ എന്തെടുത്തപ്പോഴാണ് നമുക്കതൊരു റിയൽ ക്വാണ്ടിറ്റി ആയിട്ട് കിട്ടിയത്, ഒരു റിയൽ വാല്യൂ ആയിട്ട് കിട്ടിയത് എപ്പോഴാണ്? ഈ പറയുന്ന വേവ് ഫംഗ്ഷൻ സൈ എടുത്തപ്പോഴല്ല. അതൊരു കോംപ്ലക്സ് ഫംഗ്ഷൻ ആണ്, പക്ഷെ അതിൻ്റെ മോഡുലസിൻ്റെ സ്ക്വയർ എടുത്തപ്പോഴാണ് നമുക്കൊരു റിയൽ മെഷറബിൾ ഓർ അബ്സോർബിൾ ക്വാണ്ടിറ്റി ആയിട്ട് കിട്ടിയത്. അതുകൊണ്ട് സൈ എന്ന് പറയുന്നത് റെപ്രസെൻ്റ് ചെയ്യുന്നത് ഈ പറയുന്ന പാർട്ടിക്കിളിൻ്റെ പ്രോബബിലിറ്റി ആംപ്ലിറ്റ്യൂഡ് മാത്രമാണ്. പ്രോബബിലിറ്റി ആംപ്ലിറ്റ്യൂഡാണ്. അതേസമയം ഈ പാർട്ടിക്കിളിനെ ഒരു സ്പെസിഫിക് ലൊക്കേഷനിൽ ഫൈൻഡ് ചെയ്യാനുള്ള പ്രോബബിലിറ്റീനെ ഫൈൻഡ് ചെയ്യാനുള്ള ടേമാണ് നമ്മുടെ പ്രോബബിലിറ്റി ഡെൻസിറ്റി മോഡുലസ് ഓഫ് സൈ സ്ക്വയർ കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ സൈ എലോൺ ഹാസ് ഒരു ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് ഇല്ല, പക്ഷേ ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് ഉള്ളത് ആർക്കാണ്? മോഡുലസ് ഓഫ് സൈ സ്ക്വയറിനാണ് എന്നുള്ള അപ്ലൈഡ് ലെവൽ ചോദ്യവും നമുക്ക് ഇതിൽ നിന്ന് ആൻസർ ചെയ്യാൻ പറ്റും.